ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 5 യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കിയാലോ. യെസ്, എന്താണ് ഫുഡ് ചെയിൻ നോക്കിയാൽ എന്താണ് ദ ഫുഡ് ചെയിൻ ഷോസ് ഈച്ച് ലിവിങ് ഓർഗാനിസം, ഹൗ ഈച്ച് ലിവിങ് ഓർഗാനിസം ഗെറ്റ് ഈറ്റ്സ് ഫുഡ്. ഓരോ ലിവിങ് ഓർഗാനിസത്തിനും അവരുടെ ഫുഡ് എവിടുന്ന് കിട്ടുന്ന കാണിക്കുന്ന ആ ഒരു ചെയിനിലെ ആ ഒരു സീക്വൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫുഡ് ചെയിനിൽ നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഇറ്റ് ബിഗിൻസ് വിത്ത് എ പ്രൊഡ്യൂസർ ലൈക്ക് എ പ്ലാന്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ പ്രിഡേറ്റർ. അതായത് എന്താണ്, നമ്മൾ എപ്പോഴും നമ്മളൊരു ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു പ്രൊഡ്യൂസറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെന്നെങ്കിലും നമ്മൾ സണ്ണിൽ നിന്നാണ് നമുക്ക് അൾട്ടിമേറ്റ് എനർജി കിട്ടുന്നത് അല്ലേ. നമുക്ക് സണ്ണ് പറയുന്നതാണ് എന്താ, നമ്മുടെ അൾട്ടിമേറ്റ് എനർജി സോഴ്സ്. അപ്പോൾ സണ്ണിൽ നിന്ന് ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഓർഗാനിസം ഉണ്ടാവും അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. മിക്ക ടൈമിൽ, അതായത് മിക്ക ഫുഡ് ചെയിൻസിൽ എന്തായിരിക്കും, പ്ലാന്റ്സ് ആയിരിക്കും എന്താ പ്രൊഡ്യൂസറായിട്ട് വരാം. അതും ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും എന്താ പ്രൊഡ്യൂസറായിട്ട് വരാം. അല്ലാണ്ട് ഗ്രീൻ പ്ലാന്റ്സ് അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? പ്ലാങ്ക്ടൺസ് പോലത്തെ ചെറിയ മൈക്രോബിയൽ, അതായത് ചെറിയ ഓർഗാനിസം ഉണ്ട്. അതും എന്താണ്, അതും നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി പ്രൊഡ്യൂസർ ലൈക്ക് എ പ്ലാന്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ പ്രിഡേറ്റർ എന്ന് പറഞ്ഞത്, അതായത് പ്രിഡേറ്ററിലായിരിക്കും എൻഡ് ചെയ്യുക. അല്ലെങ്കിൽ കൺസ്യൂമർ, അതായത് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാം. അതായത് ആദ്യം ഉണ്ടാക്കുന്ന എനർജി ഉണ്ടാക്കുന്ന ആ ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ലാസ്റ്റ് അവസാനം, അതായത് ഓരോന്നും എനർജി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ കഴിക്കുന്ന ആളാണ് എന്താ പറയുക, നമ്മൾ പ്രിഡേറ്റർ എന്ന് പറയാം അല്ലേ. അതേപോലെ തന്നെ എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എത്തുന്ന ആളാണെന്ത്, നമ്മളെ ഫൈനൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. അത് മിക്കവാറും എന്തായിരിക്കും, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഓർഗാനിസങ്ങളായിരിക്കും. അതായത് ഫഞ്ചൈ, അതേപോലെ തന്നെ സെർട്ടൻ മൈക്രോബിയലായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ ആയിരിക്കും എന്ത്, നമ്മുടെ അവസാനമായിട്ട് വരുന്ന ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കല്ലേ, നമുക്കൊരു ഫുഡ് ചെയിൻ നോക്കിയാലോ. നമുക്കൊരു ഫുഡ് ചെയിൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു അല്ലേ, നമ്മൾ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, സണ്ണാണ് അല്ലേ. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ എനർജി പ്രൊഡക്ഷൻ നടക്കും. ആര്? പ്ലാന്റ്സ്. അതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും എനർജി. ആ പ്രൊഡ്യൂസ് ചെയ്ത എനർജി എന്ത് ചെയ്യും, ബാക്കിയുള്ള ഓർഗാനിസം ആദ്യം എന്ത് ചെയ്യും, പ്രൈമറി കൺസ്യൂമർ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അതിനുശേഷം സെക്കൻഡറി കൺസ്യൂമർ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രൈമറി കൺസ്യൂമറായിട്ട് ഗ്രാസ് ഹോപ്പറിനാണ് വെച്ചിട്ടുള്ളത്. ഇനി എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി കൺസ്യൂമറായിട്ട് വെച്ചിട്ടുള്ളത് ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗിനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഫ്രോഗിനെ ആര് കഴിക്കും, ഫ്രോഗിനെ നമ്മൾ സ്നേക്ക് കഴിക്കും അല്ലേ. സ്നേക്ക് എന്താണ്, അപ്പോൾ ടെറിഷറി കൺസ്യൂമർ ആയിട്ടാണ് വരിക. അതായത് പ്രൈമറി എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾ, സെക്കൻഡറി എന്ന് പറഞ്ഞാലോ സെക്കൻഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾ, ടെറിഷറി എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്നാമതായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളിനാണ് ടെറിഷറി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേക്ക് എന്താണ്, ഇതിൽ ടെറിഷറിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹോക്ക് അല്ലെങ്കിൽ ഈഗിള്, അതേപോലെ തന്നെ വൾച്ചേഴ്സ്, ഒരുപാട് ഓർഗാനിസം ഉണ്ട് അല്ലേ. നമ്മളെ അതായത് എന്താണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അവരാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഫൈനൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫൈനൽ കൺസ്യൂമറായിട്ട് വരുന്നത് ആരാണ്, ഹോക്കാണ് അല്ലെങ്കിൽ ഈഗിളൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ കൺസ്യൂമർ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫഞ്ചൈ, സെർട്ടൻ മൈക്രോബ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അവരാണ് എന്താ ഫൈനൽ കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നത്. ഇവരും ഫൈനൽ കൺസ്യൂമേഴ്സ് ആണ്. പക്ഷേ നമ്മളെന്താണ്, എർത്തിൽ ഈ എനർജി ഒരു സൈക്കിളായിട്ട് പോകണം അല്ലേ. എർത്തിൽ ഈ എനർജി ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഇങ്ങനെ ന്യൂട്രിയൻ്റ്, അതായത് എന്താണ്, എപ്പോഴും റീപ്ലെനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, റീപ്ലെനിഷ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം അതിനു വേണ്ടി സഹായിക്കുന്നത് ആരാണ്, അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എന്താ, നമ്മളെ ഫഞ്ചൈ എന്ന് പറയുന്ന ഓർഗാനിസം. അപ്പോൾ ഫഞ്ചൈ എന്ന് പറയുന്ന ഓർഗാനിസം എന്താണ്, നമ്മൾ ന്യൂട്രിയൻ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ എനർജി സോഴ്സിൽ മുഖ്യ പങ്ക്, അതായത് എനർജി സോഴ്സിൽ മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് ഈ ഫഞ്ചൈയും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സുമാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ഫുഡ് ചെയിൻ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് വെബ് എന്താണെന്ന് നോക്കാം. ഇനി ഫുഡ് വെബ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എ ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് മെനി ഫുഡ് ചെയിൻസ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ കൂടി ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫുഡ് വെബ് എന്ന് പറയുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ഹൗ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഇൻ്റർ കണക്റ്റഡ്. അതായത് എന്താണ്, നമ്മൾ ഭൂമിയിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. ആ ജീവികളൊക്കെ എന്താണ്, ഒരുപാട് ആൾക്കാർ ഈക്വലി എന്തായിരിക്കും, ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലേ. ഒരുപാട് ആൾക്കാർ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം സെർട്ടൻ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ അതേപോലെ തന്നെ ആനിമൽസിനെയും കഴിക്കുന്നുണ്ട്. ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സെർട്ടൻ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ആനിമൽസിനെ നമ്മളും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലിങ്ക്ഡ് ആണ് അല്ലേ. ഒരുപാട് ആ ഫുഡിൻ്റെ ചെയിൻ എന്താണ്, സീക്വൻസുകൾ എന്താണ്,
ലിങ്ക്ഡ് ആണ്. ആ ലിങ്ക്ഡ് ആയിട്ടുള്ള ആ ഒരു ചെയിൻസിനെ, അതായത് ചെയിൻസിൻ്റെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരു ഫുഡ് വെബിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? യെസ്, നമുക്കൊരു ഫുഡ് വെബ്, സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് വെബിൻ്റെ ഡയഗ്രാം ആണ് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. ഈ പ്ലാന്റ്സുകൾ എന്താണ്? കാക്ടസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലഫ് ഗ്രാസ് ഉണ്ട്, ബ്രിട്ടിൽ ബ്രഷ് ഉണ്ട്, പ്രിക്ലി പിയർ കാക്ടസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരൊക്കെ, അതായത് എല്ലാം എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ വെസ്റ്റേൺ ഡയമണ്ട് ബാക്ക് റാറ്റിൽ സ്നേക്ക് ഉണ്ട്, കൊളാഡ് ലിസാർഡ് ഉണ്ട്, ആൻറ്റിലോപ്പ് സ്ക്യുലൽ ഉണ്ട്, പാലിഡ് വിങ് ഗ്രാസ് ഹോപ്പർ ഉണ്ട്, റെഡ് ഹാർവസ്റ്റർ ആൻസ് ഉണ്ട്, വുഡ് റാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗില വുഡ് പെക്കർ ഉണ്ട്, മാൻഡിഡ് ഉണ്ട്, എൽഫോൾ ഉണ്ട്, റെഡ് ടെയിൽഡ് ഹാക്ക് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ഓർഗാനിസങ്ങളൊക്കെ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരുപാട് ഫുഡ് ചെയിനുകൾ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ, ആ ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ ഫുഡ് വെബ് എന്താണെന്ന് നോക്കി, ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കി, സീക്വൻഷ്യൽ ഓർഡർ, അതായത് എനർജി സെപ്പറേഷൻ അല്ലെങ്കിൽ എനർജി കൊടുക്കുന്ന ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞത് അല്ലേ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതെന്തിനാണ് നമുക്ക് ലൈഫിൽ നമുക്ക് ഒരുപാട് ഓർഗാനിസ് ഉണ്ട് അല്ലേ? ആ ഓർഗാനിസ് നമ്മൾ തിന്നിട്ട് എന്താ കാര്യം, നമ്മൾ കഴിച്ചിട്ട് എന്താ കാര്യം എന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ഈ ഫുഡ് ചെയിൻ കൊണ്ട് എന്താണ് കാര്യം നോക്കണം അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് ആണിത് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം ബൈ ഷോയിങ് ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് ന്യൂട്രിയൻസ്. അതായത് നമ്മൾ എനർജി എപ്പോഴും എന്തായിരിക്കണം? ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താണ്? സെർട്ടൻ ഓർഗാനിസത്തിന് എന്ത് വേണം? സെർട്ടൻ ഓർഗാനിസത്തിന് ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലേ? ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന അത്തരത്തിൽ ആ ഒരു എമൗണ്ടിൽ മാത്രമേ ആൾക്കാർ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഭൂമിൻ്റെ ഭാരം കൂടുക, അല്ലെങ്കിൽ ഭൂമിക്ക് എന്താണ്? ഭൂമിക്ക് പല പല ഇഷ്യൂസും, അതായത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മളെ റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ ബാലൻസ് വേണം അല്ലേ? ഒരു എക്കോ സിസ്റ്റത്തിൽ എന്ത് വേണം? ഒരു ബാലൻസ് വേണം. ആ ബാലൻസിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ഫുഡ് ചെയിൻസ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ മരിച്ചു പോകുന്നത്. അപ്പോൾ എന്താണ്? ഇതിനൊക്കെയാണ് എന്ത് നമ്മളെ ഫുഡ് ചെയിനും ഫുഡ് വെബൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ? ഫുഡ് ചെയിൻ ഷോസ് ദ ഫ്ലോ ഓഫ് എനർജി ബിറ്റ്വീൻ ദ സ്പീഷീസ്. അതായത് ഒരുപാട് ഓർഗാനിസങ്ങൾ തമ്മിലുള്ള ഫ്ലോ ഓഫ് എനർജീനാണ് എന്ത് നമ്മൾ ഫുഡ് ചെയിൻസ് എന്ന് പറയുന്നത്. എന്താണ്? എനർജി ലെവലില്ല, ആദ്യം പ്രൊഡ്യൂസറിൽ നിന്ന് ലാസ്റ്റ് ഫൈനൽ കൺസ്യൂമറിലേക്ക് വരുന്ന വരെ എന്താണ്? എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എനർജി ഫ്ലോ അല്ലേ? അതാണെന്ത് നമ്മളെ ഫുഡ് ചെയിൻ എന്ന് പറയും. ഇനി ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ്. അതായത് ഒരുപാട് ഫുഡ് ചെയിനുകൾ കൂടി ചേർന്നിട്ടാണ് എന്താ നമ്മുടെ ഫുഡ് വെബ് ഉണ്ടാകുന്നത്. ഇനി ബോത്ത് ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വെബ്സ് ആർ എസെൻഷ്യൽ ഫോർ എക്കോസിസ്റ്റം ബാലൻസ്. അതായത് എന്താണ്? ഫുഡ് ചെയിനും ഫുഡ് വെബും എന്താണ്? നമ്മളെ എക്കോ സിസ്റ്റത്തിലുള്ള ഒരുപാട് ഓർഗാനിസങ്ങളുടെ ബാലൻസ്, അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം നടക്കണം. അതാണ് എന്താ നമ്മൾ ഈ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫുഡ് ചെയിൻ ആൻഡ് എ ഫുഡ് വെബ്? അതായത് എന്താണ്? ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ആണ് അല്ലേ? ഒരു ഒറ്റ സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഫ്ലോ ഓഫ് എനർജി നടക്കുന്ന ഒരു സീക്വൻസിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. ഇനി ഇൻ്റർ കണക്റ്റഡ് ആയുള്ള ഒരുപാട് ഫുഡ് ചെയിനുകൾ ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലൈക്ക് ഫുഡ് ചെയിൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ആർ ഫുഡ് വെബ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കോ സിസ്റ്റം? ഫുഡ് വെബ് എന്തിനാണ് എക്കോ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ്? നമ്മൾ പറഞ്ഞു അല്ലേ? എക്കോ സിസ്റ്റത്തിന് ബാലൻസ് ചെയ്യണം അല്ലേ? എക്കോ സിസ്റ്റത്തിൽ ന്യൂട്രിയൻ ബാലൻസ് വേണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് വേണം? ഫുഡ് വെബും ഫുഡ് ചെയിനും വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് എന്താ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെന്ത് ചെയ്യുക? ഒരുപാട് തരത്തിലുള്ള MTSC, ഒരുപാട് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള ഒരുപാട് ലൈവ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ ഒന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ.